ഏതൊരു ബിസിനസ്സിലും ഉള്ളതുപോലെ റിയൽ എസ്റ്റേറ്റിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു വേസ്റ്റ് സിനാരിയോയെക്കുറിച്ച് എപ്പോഴും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു വേസ്റ്റ് സിനാരിയോ, ഇപ്പോൾ ലെറ്റ്സ് എക്സാമ്പിൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. എത്ര നാൾക്കുള്ളിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോൾ അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഫണ്ട് കിട്ടാൻ ഒരു ടൈമുണ്ട്, ഒരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ ഒരു വേസ്റ്റ് സിനാരിയോ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു ടെനൻറ്റിനെ കിട്ടിയിട്ടില്ല, അത് നമുക്ക് താമസക്കാരനെ കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും കടത്തിലൂടെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ കടം വീട്ടാനുള്ള പൈസ നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗത്തിലൂടെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് സിനാരിയോ എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള ഇതിൻ്റെ ഏതൊരു ബിസിനസ്സിലുള്ള പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു വേസ്റ്റ് സിനാരിയോയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടി പഠിച്ചതിന് ശേഷം മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്.